പ്രിയമോളെ, അന്റെ പഠിപ്പ് കഴിഞ്ഞില്ല കുട്ടിയെ? വന്നൂടെ ചോറുന്ന? അല്ല, നിങ്ങൾ എന്തോന്നാ നോക്കിയാണ്ടിരിക്കണേ? വന്നൂടി ചോറുന്നണ്ടേ? നേരെ ഒരുപാടായി. ആ വരണേ പെണ്ണിന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ലാണാവോ? ഞാൻ വിളിച്ചു നോക്കിയിട്ടാണ് വിളി കേൾക്കുന്നില്ല. റിയ, ചോറുന്നൂടെ? എന്തെങ്കിലും തിന്നിട്ട് പോയിട്ടിരുന്ന് പഠിച്ചോന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ കുട്ടിയാണെങ്കിൽ കേൾക്കൂല. ഈ അന്തില്ല പാതിരില്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. ഏത് നേരത്തെ നമ്മൾ തിന്നു വെച്ചാ ആ നേരത്തെ ഓള് ഇറങ്ങി വരുള്ളൂ. ഏടി ആ പെണ്ണ് അങ്ങനെ കണ്ട് ഉറങ്ങിക്കാണും. ഇതൊന്ന് പോയി നോക്ക്. ഹേയ് അല്ലാ. ആ അതും ശരിയാണ്. നിങ്ങൾ എന്തായാലേ കയ്യൊടിയാണ്ട് വന്നൂടെ? ഞാൻ പോയോക്കട്ടെ. വല്ലാത്തൊരു കഥ. ഇനിയിപ്പോ ശരിക്കും കിടന്ന് ഉറങ്ങിയാണവരുടെ റബ്ബേ. റിയ, പറഞ്ഞ പോലെ തന്നെ നല്ല ഉറക്ക. ഏടി പ്രിയമോളെ? ആ എന്താ ഉറക്കാത്? എത്ര നേരമായി ഞാൻ വിളിക്കണേ? വന്നോട് ചോറുന്നണ്ടേ? എനിക്ക് വേണ്ടമ്മ, നിങ്ങൾ കഴിച്ചോളി. എനിക്ക് തീരെ വിശപ്പില്ല. നല്ല കഥ. വിശപ്പില്ലാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഇജ്ജ് നന്ദു എന്താ തിന്നിട്ടുള്ളത്? വൈകുന്നേരം ഒറ്റങ്ങളൊപ്പം ഇരുന്നിട്ട് ആകെ ഒരു കഷ്ണം പത്തിരിയല്ല ഇജ്ജ് തിന്നിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും കാര്യമായിട്ട് തിന്നിക്കണമെങ്കിൽ ഇപ്പൊ കെടുക്കണേൽ കാര്യമുണ്ട് എന്ന് വിചാരിക്കാം. ഇജ്ജ് വന്നുവിട്ടാ ആനൊന്നും തിന്നാതെ കെടുക്കാൻ പറ്റൂല. ഇനി ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓല് വന്നപ്പോൾ വാങ്ങിച്ചുള്ള പത്തിരിയും പൊറാട്ടിയും ഒക്കെ ഉണ്ട്, അതെന്തെങ്കിലും തിന്നാം. എനിക്ക് വേണ്ടഞ്ഞിട്ടമ്മ, നിങ്ങൾ പോയി കഴിച്ചോളി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. അമ്മ വാതിലടിച്ച് പോയിക്കോ. വല്ലാത്തൊരു പെണ്ണ്. എടി പെണ്ണിങ്ങനെ അന്ത്യപ്രശ്നം കിടന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കോലം കൂടി ഇല്ലാണ്ടാവും. ഇച്ചിങ്ങോട്ട് വന്നൂടെ? എന്താ ജന്മ? നിങ്ങളെ മകൾക്ക് ചോറ് വേണ്ടാന്ന് ഞാൻ പാട് പറയട്ടെ.